അലാം കോൾ കേൾക്കുന്നുണ്ട് കേട്ടോ മാനിൻ്റെ, ശ്രദ്ധിച്ചേട്ടാ മനസ്സിലാവും. അപ്പോൾ ഇത് ഈ കാണുന്ന കടുവയുടെ പഗ്മാർക്ക ഫ്രഷ് ഇതിൽ ആനപ്പുണ്ടോ. അപ്പോൾ നമ്മൾ പറമ്പിക്കുളം എത്തി. അപ്പോൾ അതേ ആ കാണുന്ന ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഫുഡ് കഴിക്കാത്തവർക്ക് ഇതേ അവിടെ വേങ്ങോലി കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ക്യാൻറ്റീനിൽ നിന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്കും അവിടെ അവൈലബിൾ ആണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നിന്നായിരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 3 ടൈപ്പിലുള്ള ട്രക്കിംഗ് ആണ് ഉള്ളത്. ഒന്ന് എലിഫൻറ്റ് സോങ് ട്രക്കിംഗ്, പിന്നെ ബിയർ പാത്ത് ട്രക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ പഗ്മാർക്ക് ട്രക്കിംഗ്. അപ്പോൾ ഇതിലെ എലിഫൻറ്റ് സോങ്ങും അതുപോലെ തന്നെ ബിയർ പാത്തും ഇത് രണ്ടും അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പഗ്മാർക്ക് കുറച്ചുകൂടെ കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. അപ്പോൾ അത് ഒരു ഇൻ്റർമീഡിയറ്റ് ട്രക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രക്കിങ്ങിന് ഏതിന് പോകണം താല്പര്യം, നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാമിന അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇവിടെ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് സഫാരിയും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫോറസ്റ്റ് സഫാരി. ஒரு 643.66 ஸ்கொயர் கிலோமீட்டருங்க. இதில் நாம் சுற்றி பார்க்குற வெறும் 8 கிலோமீட்டர் தான் இப்போ போகிறோம். இதில் 4 ஃபாரஸ்ட் இருக்குது. ஒன்று மோஸ்ட் டெசிடியஸ், அப்புறம் தேக்கு பிளான்டேஷன், அப்புறம் எவர்கிரீன் ஃபாரஸ்ட்டு, செமி எவர்கிரீன். இந்த 4 ஃபாரஸ்ட்டில் தான் நம்ம சுற்றி பார்க்குறோம். அதில் செமி எவர்கிரீன் பக்கத்தில் போகும்போது பேம்பு ஃபாரஸ்ட் இருக்கும். அப்படி பார்த்து போனாலும் நாம் ட்ரக்கிங்கில் போகும்போது சைலண்ட் கீப் பண்ணி தான் போக முடியும். அதனால தான் குழந்தைகளை கூப்பிட்டு போக முடியாதுன்னு சொல்கிறாங்க. ஏன்னு சொன்னால் சவுண்டு போட்டுருச்சுன்னா நம்ம ஏதாச்சும் வந்தாலும் கேட்டு நிற்கிறதுக்குள்ளது முடியாது. அதனால தான். ഓക്കെங்களா? സോ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എഴുതിയിട്ടുണ്ട്. 8 കിലോമീറ്ററാണ് നമുക്ക് ട്രക്കിംഗ് വരുന്നത്. എൻ്റെ വോയിസ് കുറച്ച് ലോ ആയിരിക്കും, കാര്യം കാടിനകത്തായതുകൊണ്ട് അധികം ലൗഡിൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം. ഇതെന്താ ഒരു മെഡിസിൻ പ്ലാന്റിങ്. நம்ம இந்த டைஜஸ்ட் ஆகாமல் இருக்குங்கள நம்ம வகுத்தில், அதுக்கு வேண்டி இந்த ரீஃபேர்னு சொல்லுவாங்க. இந்த ஃபேனை அதோட கிழங்கு மட்டும் அந்த வெளியே உள்ளதெல்லாம் எடுத்துட்டு கிழங்கு அதுக்குள்ளே இருக்கும். அதுவும் இஞ்சி ஜிஞ்சரும் போட்டு மிக்சியில் மிக்ஸ் பண்ணி அதோட அந்த ஜூஸை மட்டும் குடிக்கணும். ஆமாம், ഡൈജസ്റ്റ് ആവും. വിശപ്പും കൂടും. പോകുന്ന വഴി നിറയെ ആനപ്പിണ്ടങ്ങൾ കാണാം. അപ്പം ഇതെല്ലാം ആന വരുന്ന ഏരിയയാണ്. അത് മൊത്തം ഇല്ലിക്കാടുകളാട്ടോ. മൊത്തം ഇല്ലിക്കാടിനിടയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കാട് വീണ്ടും തിക്കായി കൊണ്ടുവരികയാണ്. സൈഡ് അടിക്കാടുകൾ ഭയങ്കര കൂടുതലാണ്. മൃഗങ്ങൾ ഇവിടെ വെളിയിൽ നിന്നാൽ തന്നെ നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടാണ് പോകുന്നത്. സൈഡ് അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പഴയ ആനപ്പിണ്ടം കാണാൻ പറ്റും. ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി അരുവി. താഴെ കുളം, ആ ഫ്രെയിമൊക്കെ ഇടലിനായിട്ടുണ്ട്. ഇവിടെ അനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണെന്ന് പറഞ്ഞ്. നല്ല കിടിലൻ ആംബിയൻസ് അവിടെ. അങ്ങനെ ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും റെസ്റ്റ് എടുക്കുമായിരിക്കും. ഇവിടെയൊക്കെ പുല്ല് ചെറുതായിട്ട് വരണ്ട തുടങ്ങി. മഴയില്ലല്ലോ. അപ്പോൾ വേനലിലൊക്കെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈറ്റിങ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വെയിൽ വന്നാൽ മൃഗങ്ങളെല്ലാം ഏതെങ്കിലും തണലത്ത് പോയി സെറ്റിലാവും. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അവറ്റകൾ കൂടുതലും തണലുള്ള സ്ഥലത്തായിരിക്കും
ഈ ഉച്ച സമയത്തൊക്കെ കൂടുതലിരിക്കുന്നത്. വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നേരത്തെയൊക്കെ പുറത്തിറങ്ങാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. നമ്മളിപ്പോൾ ഭയങ്കര ഓപ്പണായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. മൊത്തം നമുക്കിനി സ്ട്രെയിറ്റാണ് പോകേണ്ടത്. ഇതെല്ലാം ആനയുടെ താര കേട്ടോ. ഇവിടുത്തെ ആ കാൽപ്പാടുകൾ കാണാം, ആനപ്പിണ്ടങ്ങൾ കാണാം, ഒരുപാട് ആനപ്പിണ്ടങ്ങൾ കാണാം. സ്ഥിരം ആന വരുന്നൊരു പാത്ത് കൂടിയാണത്. ആനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിടക്കുന്ന സ്ഥലം ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ആനകൾ റെസ്റ്റ് എടുക്കാറുള്ളൂ. അതായത് മരമൊന്നും പൊട്ടി വീഴാത്ത അല്ലെങ്കിൽ വേറെ അപകടങ്ങളൊന്നും വരാത്ത സ്ഥലത്ത് മാത്രമേ ആന റെസ്റ്റ് എടുക്കുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി ഇതുപോലെ ഓപ്പണായിട്ടുള്ള സ്ഥലത്തായിരിക്കും ആന റെസ്റ്റ് എടുക്കുന്നത്. ഇത് ഈ കാണുന്നത് ലെപ്പേർഡിൻ്റെ കാഷ്ടമാണ്. 1 മാസം പ്രായമുള്ള ലെപ്പേർഡിൻ്റെ കാഷ്ടമാണെന്നാണ് പറഞ്ഞത്. 2 ആഴ്ച പഴക്കമുള്ള ആനപ്പിണ്ടം. അപ്പോൾ ഇത് സ്ഥിരം വൈൽഡ് അനിമൽസ് വരുന്നൊരു ഏരിയ ആണ്. ശരിക്കും ഈ ഒരു എലിഫൻറ്റിൽ നമുക്ക് സൈറ്റിങ്സ് കിട്ടണമെങ്കിൽ നമ്മൾ മഴയുള്ള സമയത്താണ് കൂടുതൽ സൈറ്റിങ്സ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അല്ലാത്ത സമയത്തും സൈറ്റിങ്സ് ഉണ്ട്. പിന്നെ സൈറ്റിങ്സ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. അനിമൽസ് വരുന്ന, നമ്മൾ പോകുന്ന പാത്തിൽ അനിമൽസ് വരണം, കറക്റ്റ് ടൈം അതിന് മുന്നിൽ നമ്മൾ എത്തിപ്പെടണം, എന്നാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. വലിയ വലിയ മരക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. വലിയ മരം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ആന കിടക്കുന്ന സ്ഥലം എപ്പോഴും സേഫായിരിക്കുന്നത്. അപ്പോൾ ദേ ആന കിടന്ന സ്ഥലമായത്. ഇത് ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലം കേട്ടോ. അതായത് ആന കിടക്കുന്നതിൻ്റെ മുകളിലൊരു മരങ്ങളോ ചില്ലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആന അത്രയും സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ റെസ്റ്റ് എടുക്കുള്ളൂ. അപ്പോൾ ഒരു കൂട്ടം ആന കിടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ആനകൾ ഭയങ്കര ബ്രില്യൻ്റാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ആനകൾ ബ്രില്യൻ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആനകൾ ഇല്ല. ആനകളുണ്ടെങ്കിൽ നമുക്ക് ആനകളുടെ മണം കിട്ടും. ആനച്ചൂരെന്ന് പറയും. ആനച്ചൂര് കിട്ടും. അതല്ലെങ്കിൽ അവർ ചെവി ഇങ്ങനെ ആട്ടുന്ന സൗണ്ട് കിട്ടും. ഇതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചില്ലകളൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കിട്ടും. ഇതും അല്ലെങ്കിൽ ഈ ചെടി കൊണ്ട് ദേഹം അവർ ഈ പ്രാണികളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും. അതിൻ്റെ സൗണ്ട് കിട്ടും. അപ്പോൾ ആന ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൗണ്ടായിട്ട് നമുക്ക് സയൻസ് കിട്ടും. നമ്മൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത്, കാറിൽ പോകുന്ന സമയത്ത് നമുക്കിതൊന്നും കേൾക്കാനുള്ള ചാൻസ് ഇല്ല. ഇതെല്ലാം ആനത്താരയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വഴികളെല്ലാം അങ്ങനത്തെ ഒരു വഴികളാണ്. ഇത് ഇല്ലിക്കാടുകളാണ് ഇതെല്ലാം. ഇല്ലിക്കാടുകളും അത്യാവശ്യം ഡേഞ്ചറാണ്. കാര്യം ഇതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു അനിമൽസ് നിന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വിസിബിലിറ്റി കുറവായിരിക്കും. ആനയുടെ കാൽപ്പാടുകളൊക്കെ ഇവിടെ കാണാം. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിലൂടെ പോയ ആനകളായിരിക്കും. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് കാൽപ്പാടുകളാണ്. നമ്മളിങ്ങനൊരു ഇറക്കം ഇറങ്ങിയിട്ടാണ് പോകുന്നത്. നല്ല ആനച്ചൂരടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആനച്ചൂരടിക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആന ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ പോകുന്ന വഴി കാണാൻ പറ്റും. ഈ സൈഡ് ആന ഓടിയിരിക്കുക. ഇത് മുഴുവൻ ആന പോയി വെക്കുന്ന വഴിയാണ്. കണ്ടോ, മുഴുവൻ ആന പോയി വെക്കുന്ന വഴിയാണ്. ഇഷ്ടംപോലെ നമ്മൾ ആനത്താര ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടക്കുന്നത്. ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആയിട്ടോ. വെളിച്ചം പോലും താഴത്തോട്ട് അടിക്കുന്നില്ല. അത്രയും
ഡീപ്പായി. അടിക്കാട് ഭയങ്കര കൂടുതൽ. ഇതിലും അനിമൽസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ഭയങ്കര ഈ അടിക്കാടുകളിലോട്ട് പോകുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കാട്. എന്താണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്, ചിലപ്പോൾ ഒരു 10 മീറ്റർ അപ്പുറത്തായിരിക്കും നിൽക്കുന്നത്, പക്ഷെ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഭയങ്കര തിങ്ങി നിറഞ്ഞ കാടാട്ടോ. ഒരു വെളിച്ചം പോലും നിലത്തടിക്കുന്നില്ല. ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ വല്ലാത്ത കാമായിട്ടുള്ളൊരു ചുറ്റുപാടാണ്. ഇവിടെയും ചെറുതായി ആനച്ചൂര് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കുന്തിരിക്കം എന്ന് പറയുന്നത്. കൊതുകുതിരിക്ക് പകരം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കുന്തിരിക്കം. ഇത് പൊടിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല മണം വരും. അപ്പോൾ കൊതുവിൻ്റെ ശല്യം നന്നായിട്ട് ഒഴിവാകും. പിന്നെ ഇത് പെർഫ്യൂമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് ഈ കുന്തിരിക്കം എന്ന് പറയുന്നത്. ഇത് എവർഗ്രീൻ ഫോറസ്റ്റാണ്. തിക്കുള്ള ഫോറസ്റ്റിൻ്റെ ഒരു ചെറുതായുള്ള ഭാഗം. ഇതിൻ്റെ മണ്ണിന് അധികം, ഈ എവർഗ്രീൻ ഫോറസ്റ്റിലെ മണ്ണിന് അധികം ബലം ഉണ്ടാവില്ല. കാരണം ഈ മരങ്ങൾ മണ്ണിനെ തടുക്കത്തില്ല. ഇങ്ങനെ ഒരാൾ ഹൈറ്റ് പോകണം പറഞ്ഞിട്ട് ഈ വേരുകൾ മൊത്തം മുകളിലായിരിക്കും. അതാണ് ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വേരുകൾ കാണുന്നത്. അതെ. മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. അധികം ഇടിഞ്ഞൊന്നും പോകത്തില്ല. മണ്ണൊലിപ്പ് ഇവിടെ മണ്ണ് തടയാനുള്ള ഇത് കിട്ടത്തില്ല. നമ്മൾ അടിവേര് അത്രയ്ക്ക് ഉണ്ടാവില്ല. മഴക്കാലത്ത് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വീഴും. നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ മരത്തിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മരങ്ങൾ സൂര്യവെളിച്ചം അന്വേഷിച്ച് മുകളിലോട്ട് പോവും. അപ്പോൾ അതാണ് ഈ എവർഗ്രീൻ ഫോറസ്റ്റിൽ വളരുന്ന മരങ്ങളുടെ പ്രത്യേകത. ഹൈറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. താഴത്ത് പൊതുവെ ചെടികൾ കുറവായിരിക്കും. കാര്യം ഇതിനകത്ത് സൂര്യവെളിച്ചം താഴത്ത് കിട്ടാത്തതുകൊണ്ട് താഴത്തുള്ള ചെടികൾക്കൊന്നും അധികം വളരാൻ സാധിക്കില്ല. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് അത്യാവശ്യം വിസിബിളായിട്ട് കാഴ്ചകൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ആനച്ചൂര് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആനയുടെ പിണ്ടത്തിൽ നിന്നാവാം. 2-3 ദിവസം മുമ്പിട്ട പിണ്ടത്തിൽ നിന്ന് കാറ്റുണ്ടെങ്കിൽ അത് അടിച്ചു വരാം. താഴെ വീണ്ടും ഒരു അരുവി പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും മൃഗങ്ങളുണ്ടോ നോക്കിയിട്ടാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പോകുന്നത്. പാത്തിച്ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. കടുവ പോയി എന്നാണ് പറയുന്നത്. ടൈഗർ ചേട്ടൻ അങ്ങോട്ട് നോക്കുകയാണ് എവിടെയെങ്കിലും പഗ് മാർക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് ഈ കാണുന്ന കടുവയുടെ പഗ് മാർക്കാണ്. കടുവ ഈ അടുത്ത് എവിടെയോ പോയിട്ടുണ്ട്. ടൈഗർ പഗ് മാർക്കാണ് ഈ കാണുന്നത്. ഇത് നിത്യഹരിതവനമാണ്. ഇത് സ്മോളായിട്ട്, അതായത് എപ്പോൾ നോക്കിയാലും മഴയാണെങ്കിലും വേനലാണെങ്കിലും ഇതിലേക്ക് സൂര്യപ്രകാശം അടിക്കത്തില്ല. എങ്ങനെ ഇലകൾ വീണ് കിടന്നാലും മുകളിൽ ഇല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും മഴയുടെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ഇവിടെ മാത്രം ഈ തണുപ്പ് കാണും. നമ്മൾ വന്നില്ലേ, ആ മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിൽ കാണില്ല. കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ്, ശരീരമാണ്. ടൈല് നീളം ഉണ്ടാവും. പക്ഷേ അത് എൻഡേഞ്ചേർഡ് അനിമൽസാണ്. അതായത് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയും.
വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കരിങ്കുരങ്ങ് രസായനം എന്ന് പറഞ്ഞിട്ട് തിന്നുന്നുണ്ട് ആൾക്കാർ പിടിച്ച്. അതിപ്പോൾ നിർത്തലാക്കിയിരിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഈ കരിങ്കുരങ്ങിൻ്റെ വംശം നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പറമ്പിക്കുളം മേഖലയിൽ കൂടുതലും കരിങ്കുരങ്ങിനെ കാണാൻ പറ്റും. ഇവിടെ ആരും ഹണ്ടിങ് ചെയ്യാറില്ല. നമ്മൾ കരിങ്കുരങ്ങ് രസായനം എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അതായത് ഈ മെഡിസിൻ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പിടിച്ച് തിന്നുന്നത്. പക്ഷേ ഈ കരിങ്കുരങ്ങിന് മെഡിസിൻ്റെ വാല്യൂ ഇല്ല. അവൻ എപ്പോഴും പലജാതി മരത്തിൻ്റെ സീഡും അതിൻ്റെ കുരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത്. അതിൻ്റെ ജീവിതമാർഗം അങ്ങനെയുള്ളൂ. നമ്മൾ കൊടുത്തിട്ട് കഴിക്കാറില്ല. ഇവരുടെ ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണത്തെ അനുസരിച്ചാണ് നമ്മുടെ ജനങ്ങൾ ഇതൊക്കെ പറഞ്ഞ് തിരുത്തിയെടുത്ത ആൾക്കാർ പിടിച്ച് തിന്നുന്നത്. ഇതിനൊരു വാല്യൂ ഇല്ല, മെഡിസിൻ വാല്യൂ ഇല്ല. പിന്നെ ഈ ലയൺ ടൈൽഡ് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ, ഇതിൻ്റെ ശരീരം വലുതാണ്. സിംഹത്തെ പോലെ തന്നെ ജടയുണ്ടാവും, വാല് സിംഹത്തിൻ്റെ ടൈല് പോലെ ഉണ്ടാവും. ഇവ മനുഷ്യനോട് അധികം അടുക്കത്തില്ല. അതേപോലെ മറ്റത് അടുക്കും, പക്ഷേ അധികം നമ്മൾ സീഡ് കൊടുക്കുന്നത് തിന്നത്തില്ല. ഇവനും അതേപോലെയാണ്. ഇതിനെ നിത്യഹരിത വനത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, എവർഗ്രീൻ ഫോറസ്റ്റിൽ. നമുക്കവിടെ ഒരു അലാം കോൾ കേൾക്കുന്നുണ്ട് കേട്ടോ, മാനിൻ്റെ. ശ്രദ്ധിച്ചേട്ടാ, മനസ്സിലാവും. ഇതിന് അടുത്തെവിടെയോ കടുവയോ പുലിയോ എന്തോ ഉണ്ട്. അപ്പോൾ അലാം കോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടുന്ന് അലാം കോള് കേട്ട സ്ഥലത്തിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് അലാം കോള് കേട്ടായിരുന്നു. നമ്മൾ വീണ്ടും ഇല്ലിക്കാടുകളിലൂടെ പോവാണ്. സോ അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ആനകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ കരടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം കരടി മാന്തിയ കുഴിയാക്കിയതാണ്. ഇത് കരടി കുഴിച്ചെടുത്താണ്. ഇതെന്തിനാണ് കുഴിച്ചെടുക്കുന്നത്? കരടി ചെതലെടുക്കാൻ വേണ്ടി കരടി കുഴിച്ചെടുത്തിരിക്കുക. ഇന്ന് കാലത്തെ വന്ന ആനപ്പിണ്ട വളരെ അടുത്ത് പഴക്കമുണ്ട്. ടുഡേ മോർണിംഗ് യാ, ഫ്രഷ് ഇല് ആനപ്പിണ്ട. ഇവിടെ ഇപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ കാട്ടുപോത്തെന്ന് ഉച്ചരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലില്ല കേട്ടോ. ഇന്ത്യയിൽ കാട്ടുപോത്തെന്ന് ഉച്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ രാജ്യത്ത് കണ്ട പോത്തിനെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ബൈസൺ എന്ന് പറഞ്ഞിട്ട്, ഉദാഹരണത്തിന് അവർ പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ബൈസൺ ആക്കിയിരിക്കുക. ഈ ബൈസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഗോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഗോർ എന്ന് പറഞ്ഞിട്ട് ബഫലോ ഫാമിലിയാണ്. പക്ഷേ ഇതിൻ്റെ ഫീമെയിൽ ജെറ്റ് കളറും മറ്റത് മെയിലിന് ജെറ്റ് ബ്ലാക്ക് കളറുമാണ്. അങ്ങനെയാണ്. ഇതിന് ഒരെണ്ണത്തിന് ഫീമെയിലിന് 1000 കിലോഗ്രാം വെയിറ്റ് വരും, അതായത് 1 ടണ്ണ്. മറ്റതിന് 1.5 ടണ്ണ്, 1,200, അതായത് 1,20 മെയിലിന് ആണ് കടുവ അടിക്കുന്നത്. 350 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു കടുവ ഒന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ 3 ആഴ്ചയ്ക്കാണ് അവനക്ക് തിന്നാനുള്ള ഭക്ഷണം. കാട്ടീനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിൽ വൈറ്റ് സോക്സ് ഇട്ട് വയ്ക്കും. പക്ഷേ ബൈസൺ എന്ന് പറയുന്നതിൽ സോക്സ് ഇല്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സാദൃശ്യം. കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ആണെങ്കിലും കേരളത്താണെങ്കിലും ഇല്ല, കാട്ടി എന്നാണ്. ഇതിനെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ബൈസൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജനങ്ങൾ ഇതിനെ ബൈസൺ ആക്കിയെന്ന് മാത്രം. വലിയൊരു മരം, അത് ചാടിക്കിടന്ന് വേണം പോവാൻ. ഫുള്ള് മുളങ്കാടുകളാട്ടോ, കംപ്ലീറ്റ് മുളങ്കാടുകളാണ്.
അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫുള്ള് പോകുന്ന വഴിയെല്ലാം ആനപ്പിണ്ടങ്ങളാണ്. സൈഡ് ദേ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് സൈഡ് അവിടെ നിൽക്കുന്നത്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട. ഇതെല്ലാം ആന കുത്തിമറിച്ചിട്ടതാണോ അതോ മഴയത്ത് പൊട്ടി വീണതാണോ എന്നറിയില്ല. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരമാണിത്. മരമല്ല, ഒരു ഓലയാണത്. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതോടെ നമ്മുടെ ഈ ട്രക്കിംഗ് അവസാനിക്കും. അപ്പോൾ നമ്മൾ ആ കാട് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന ഈ വഴി ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 2 തവണ ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടം സ്പോട്ട് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ നല്ല കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചീവീടിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കാം. ഇതിലൂടെ ഒരുപാട് കാട്ടികൾ പോയിട്ടുണ്ട്. കാട്ടിയുടെ കുളമ്പിൻ്റെ പാട് കാണാൻ പറ്റും. ഇത് ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിംഗ് ആണ്. ഇത് അതിൻ്റെ വിരൽ ഷാർപ്പാക്കിയതിൻ്റെയാണ് ഈ കാണുന്നത്. ഇത് ടൈഗറിൻ്റെ ടെറിട്ടറി. ഇതിൻ്റെ താഴെ കാണുന്നതല്ല, ഇത് ചെറുതായിട്ട് കണ്ടോ. ഇത് പിന്നെ ഇത് പഴയതാണ്. ഇതുകളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ പിടിച്ച് മാന്തും അതിൻ്റെ നഖം ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അതിന് ഇരയെ പിടിച്ച് കഴിക്കുമ്പോൾ അതിന് ഈ അണുക്കളുണ്ടാകും നഖത്ത്. അത് അരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഒറ്റ ടൈഗർ ഉണ്ടാവും. അവനക്ക് 20 to 25 ആ സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമേ ആ ടൈഗർ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ബ്രീഡിങ് സീസൺ ആകുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് കാണിക്കും. എന്നിട്ട് ഫീമെയിലാണ് ഇതിന് സൗണ്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. എന്നാൽ മെയിലുകൾ വന്നു കഴിഞ്ഞാൽ അടി കൂടും. ഇവർ തമ്മിൽ ഒരു ഫീമെയിലിന് വേണ്ടി അടി കൂടിയതിന് ശേഷം അതിൽ വിജയിക്കുന്നവനെ മാത്രമേ മെയ്റ്റിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവൻ അങ്ങനെ അവൻ്റെ ടെറിട്ടറിക്ക് പോകണം. മറ്റേ രണ്ടിനും വേറെ ടെറിട്ടറി മാർക്കിങ്ങാണ്. ഒരു ഹോം റേഞ്ച് ഉണ്ടാവും. അതിൽ 20 to 25 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിലാണ് ഒരു ടൈഗർ ഉണ്ടാകുന്നത്. ഈ ടൈഗറിൽ അതിൽ എക്സ്ട്രാ ഒരു ടൈഗർ കയറി കഴിഞ്ഞാൽ അവർ തമ്മിൽ അടി കൂടണം, പെണ്ണായാലും. ജയിക്കുന്നവർക്കാണ് ആ ഹോം റേഞ്ച്. നമുക്കിവിടെ ഒരു കിടിലൻ വ്യൂ കാണാം. നമ്മൾ കയറി വന്ന് പറയണോ? ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മൊത്തം പറമ്പിക്കുളം മലനിരകളാണ്. നമ്മൾ റോഡിലോട്ട് എത്താറായി. ഇവിടെ കാഷ്ടം കാണാം. നമ്മൾ വന്ന് കയറിയ പോലത്തെ ഒരു പാറയാണ്, പക്ഷെ അതല്ല. ഇവിടെ നിന്നൊരു അപാര വ്യൂ അങ്ങോട്ടേക്ക്. ഈന്തപ്പന ഇവിടെ ഉണ്ട്. ആനയുടെ ഇഷ്ട ഭക്ഷണമാണിത്. നമ്മുടെ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനയ്ക്ക് വെട്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കാട്ടാനകളുടെ പ്രധാന ഇഷ്ട ഭക്ഷണമാണിത്. ഇതൊരു ചെറിയ അരുവി പോലെ കേട്ടോ, താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി പോവാം. അവിടെ ഫോറസ്റ്റിൻ്റെ ഗാർഡ്സിന് ഇരിക്കാൻ പറ്റിയൊരു ഏർമാടം സെറ്റപ്പാണ്. നമ്മൾ ഏകദേശം നമ്മുടെ ട്രക്കിങ് തീരാറായി. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡെത്തും. അതായത് ഈ പറമ്പിക്കുളം മേഖലയിൽ 6 തരം കാടുകളാണുള്ളത്. ഒന്ന് മൗണ്ടൻ പ്ലേസുകളിൽ കാണും ഗ്രാസ് ലാൻഡുകൾ. അത് കഴിഞ്ഞാൽ ഷോള ഫോറസ്റ്റ്, അത് കഴിഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റ് നിത്യഹരിതവനം, അത് കഴിഞ്ഞിട്ട് സെമി എവർഗ്രീൻ, അത് കഴിഞ്ഞിട്ട്
മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, പിന്നെ ടീക്ക് പ്ലാന്റേഷൻ. ഇങ്ങനെ 6 തരം കാടുകളാണ് ഇവിടെയുള്ള. അത് എവർഗ്രീനും മോസ്റ്റ് ഡെസിഡ്യൂസും 2 കാടേ ഉള്ളൂ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നു. നമ്മൾ റോഡിലെത്തി. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഇത് സഫാരിക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് തീരാറായി. നമ്മളിനി ഇൻഫോർമേഷൻ സെൻറ്ററിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കിംഗ് അവസാനിക്കും. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 300 രൂപയാണ്. മിനിമം 5 പേര് വേണം. നിങ്ങളിപ്പോൾ 2 പേര് വരികയാണെങ്കിലും 3 പേര് വരികയാണെങ്കിലും 5 പേരുടെ ചാർജ് കൊടുക്കണം. ബാക്കി 2 പേരില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മിനിമം 5 പേര് വേണം. രാവിലെ 9 മണിക്കാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 3 ട്രക്കിംഗ് രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിയർ പാത്ത് അല്ലെങ്കിൽ എലിഫൻറ്റ് സോൺ ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ട്രക്കിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സ്ലോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ട്രക്കിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സഫാരിയും പോകാൻ പറ്റും.